ബാക്ക് ടു അവർ ചാനൽ എൻ്റെ ലോകം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പ്രോഡക്റ്റ് പരീക്ഷണവുമായിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ ട്രൈ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളെ കൂടി കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ പ്രോഡക്റ്റ് ഞാൻ എന്തിനാ വാങ്ങിയതെന്ന് വെച്ചാൽ എനിക്ക് ഈ കഴുത്തിൻ്റെ ഇവിടെ, പിന്നെ ഈ കൈയുടെ മുട്ട്, അതുപോലെ തന്നെ കാലിൻ്റെ മുട്ട്, കാൽപാദം, ഇതെല്ലാം മറ്റുള്ള ശരീരത്തിൻ്റെ കളറിനെ അനുസരിച്ച് കുറച്ച് ഡാർക്കാണ്. ഈ കൈയൊക്കെ ഇങ്ങനെ കുത്തി വെക്കുന്നോണ്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം കുറച്ചധികം ഒരു കറുപ്പ് കളർ പോലെയാണ്. എൻ്റെ ഏതെല്ലോ വീഡിയോ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതുവരെ അതിനൊരു ഹോം റെമഡിയും ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പോൾ അത് മാറുമോ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ മുന്നിൽ ഇപ്പം ഞാൻ പരീക്ഷിച്ച് കാണിച്ചു തരുന്നത് കാലാണ്. നമുക്ക് കാലിന് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഒറ്റ യൂസിൽ തന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ എന്ന് നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രോഡക്റ്റ് ലൂസ്റ്ററിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിനു മുന്നേയും ഞാൻ നിങ്ങൾക്ക് ലൂസ്റ്ററിൻ്റെ 1-2 പ്രോഡക്റ്റ് കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലാക്ടോ ആയിരുന്നു. നമ്മുടെ മുഖത്തെ ഡാർക്ക് സ്പോട്ട് മാറുന്നതിന് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ലാക്ടോ എന്ന ക്രീമായിരുന്നു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു ഫേസ് പാക്ക് ആയിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് ഇതാണ്. ലൂസ്റ്ററിൻ്റെ ഒരു നെക്ക്, എൽബോ, നീ, ഫീറ്റ് ബ്രൈറ്റനിങ് സ്ക്രബാണ്. അപ്പോൾ ഇതാണ് പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോഡക്റ്റ് ഇതാണ്. ഇത് ലൂസ്റ്റർ നെക്ക്, എൽബോ, നീ, ഫീറ്റ് ബ്രൈറ്റനിങ് സ്ക്രബാണ്. അതുപോലെ തന്നെ ഇത് റിമൂവ്സ് ഡേർട്ട് ആൻഡ് ടാൻ, ഡീപ്പ് ക്ലെൻസസ്, എക്സ്ഫോലിയേറ്റ്സ് ആൻഡ് ഹൈഡ്രേറ്റ്സ് എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു പ്യുവർ ഹെർബൽസ് ആണെന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിൻ്റെ MRP എന്ന് പറയുന്നത് 399 രൂപയാണ്. എനിക്ക് കിട്ടിയിട്ടുള്ളത് 170 രൂപയാണ്. ഞാൻ മീഷോ എന്ന് പറഞ്ഞ ആപ്പിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇവരിതിന് പുറത്ത് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും വായിച്ച് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. കാലിനാണെങ്കിൽ കാല് നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇങ്ങനെ കുറച്ച് സമയം അതിൽ പൊതിർത്ത് വെക്കുക. അതിനുശേഷം ഈ സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. പിന്നെ ഇപ്പോൾ കൈമുട്ടോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ടവൽ, കുറച്ച് ചൂടുവെള്ളത്തിൽ മുക്കിയ ടവൽ വെച്ച് കൊടുത്തിട്ട് ഈ സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്തായാലും ഇതൊന്ന് തുറന്ന് നോക്കാം. ഇതിന് പുറത്ത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ മൂടി തുറക്കുമ്പോൾ ഇതുപോലൊരു അടപ്പും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ട്. പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെ നല്ലൊരു ബോട്ടിലാണ്, പ്ലാസ്റ്റിക് ബോട്ടിലാണ്, പക്ഷെ നല്ലൊരു ക്വാളിറ്റി ബോട്ടിലാണ്. ഇനി ഇതിൻ്റെ ഈ മൂടി തുറക്കുമ്പോൾ ഇതാണ് ഇതിനുള്ളിലെ പ്രോഡക്റ്റ്. ഒരു സ്ക്രബ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെയോ തരിയും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ ഇതൊരു ഇങ്ങനെയൊരു ടെക്സ്ചറാണ്, ഒരു ക്രീമി ടെക്സ്ചറാണ് ഇതിനുള്ളത്. ഇതിന് സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ. അങ്ങനെ ഒരു മോശമൊന്നുമല്ല, നല്ലൊരു സ്മെല്ലാണ്. ഈ പറഞ്ഞ പോലെ ഒരു കെമിക്കൽ സ്മെല്ലൊന്നും ഇല്ല. നല്ലൊരു മൈൽഡായിട്ടുള്ളൊരു മണമാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മുടെ കാല് മുക്കി വെക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടിലുള്ള വെള്ളം എടുക്കാം ആദ്യം തന്നെ. ഇനി നമുക്കിതിലേക്ക് കാലുകൾ കുറച്ച് സമയം മുക്കി വയ്ക്കാം. ഒരു 15-20 ഒരു അരമണിക്കൂറോളം മുക്കി വയ്ക്കാം. അങ്ങനെയാകുമ്പോഴേ നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് നന്നായിട്ട് പൊതിർന്ന് വരുള്ളൂ. പിന്നെ വെളുക്കും എന്നല്ല, ഒരു ബ്രൈറ്റൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ടാനൊക്കെ റിമൂവ് ആവും എന്നാണ് ഇവർ പറയുന്നത്. പിന്നെ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഹെർബൽ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കെമിക്കലൊന്നും ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് ഒന്നും എന്തായാലും കിട്ടില്ല. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എന്താവും എന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കാം. പിന്നെ സ്ക്രബ് ചെയ്യാനൊക്കെ ഒരാളുടെ സഹായം ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ എനിക്കിപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്യുകയും വേണം, സ്ക്രബ് ചെയ്യുകയും വേണം, ഇച്ചിരി പണിയാണ്. ഇപ്പോൾ ഞാൻ മുക്കി വെച്ചിട്ട് കുറച്ച് സമയമായി. ഇനി നമുക്ക് എന്തായാലും സ്ക്രബ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രോഡക്റ്റ് കുറച്ച് മതിയാവും. എനിക്ക് തോന്നുന്നു ഇത് തന്നെ മതിയാവും. എൻ്റെ 2 കാലിലും ഇത് തന്നെ മതിയാവും. അപ്പോൾ നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ ഒരുപാട് അമർത്തിയൊന്നും സ്ക്രബ് ചെയ്യണ്ട എന്നാണ് ഇവർ പറയുന്നത്. നോർമലി സാധാരണ ഇതിൽ നമ്മൾ കൈകൊണ്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് ഇവരിതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിത് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആയ പോലെയുണ്ട്. പിന്നെ ഒരുപാട് കളറൊന്നും വന്നു എന്ന് ഞാൻ പറയില്ല. എന്തായാലും ഒരു 3-4 പ്രാവശ്യമൊക്കെ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കേണ്ടി വരുമായിരിക്കും. ഇനി നമ്മൾ ഇതിന് ശേഷം കാലിൽ മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം. കാരണം സ്ക്രബ് അപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ എന്തായാലും നന്നായിട്ട് കഴുകി എടുക്കുകയാണ്. വലിയ കളറ് വന്നു, ഒറ്റയടിക്ക് എല്ലാം മാറി എന്നൊന്നും എനിക്ക് പറയാനാവില്ല. എന്തായാലും സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. കുറച്ച് വട്ടം യൂസ് ചെയ്തിട്ടേ ഇനി എന്തായാലും റിസൾട്ട് പറയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ കൈമുട്ടിൻ്റെ കറുപ്പ് മാറുമോ എന്നൊക്കെയുള്ള കാര്യം പിന്നീട് ഞാൻ വേറൊരു വീഡിയോയിലൊക്കെ ഒരു 3-4 തവണ യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളോട് പറയാം. എന്തായാലും ഇപ്പോൾ ഇതാണ് എൻ്റെ കാലിൻ്റെ അവസ്ഥ. ഇതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബറിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് ഓൾ എന്ന ഓപ്ഷനിൽ സെറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണും വരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.